അപ്പോൾ നമസ്കാരം കൂട്ടുകാരെ, ശാലീന ടീച്ചറിന്റെ നിത്യതി നൃത്ത നാട്യ കലാലയയിലേക്ക്, ഭാരത നടനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ കുറച്ച്, അതായത് തമിഴ്നാട്ടിലുള്ള കുറച്ച് പേരും അവർ ഇച്ചിരി കൂടുതലും, പിന്നെ നമ്മുടെ ഇവിടെ ഉള്ള കുറച്ച് ബ്രദേഴ്സും ഒക്കെ ചോദിച്ച ഒരു പാട്ടാണ് പളനിയപ്പ. അപ്പം നമുക്കതൊന്ന് ഒറ്റ ഷോട്ടിലായിട്ട് അവർക്ക് വേണ്ടി ഒന്ന് ഡെഡിക്കേറ്റ് ചെയ്യണം കേട്ടോ മക്കളെ. അപ്പോൾ അതിനു മുന്നേ നമ്മുടെ നിത്യതി നൃത്തനാട്യ കലാലയയുടെ ഓൺലൈൻ ക്ലാസ്സുകൾക്കും ഡാൻസ് സ്പോൺസർ ചെയ്യാനുമായിട്ട്, ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാനും ഡാൻസ് സ്പോൺസർ ചെയ്യാനും താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഉറപ്പായിട്ടും കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഏതാണ്ട് ഒരു 45 മിനിറ്റ് സമയത്തിനകത്തുള്ള കൊറിയോഗ്രാഫിയാണ് ഈ ഡാൻസ്. പിന്നെ നല്ല ടെൻഷനുണ്ട് അല്ലേ, ഇച്ചിരി വിറച്ച് നിൽക്കുവാണ്. പിന്നെ നമ്മുടെ ഭാരത നടനത്തിൽ നമുക്ക് അതിനെക്കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അധികം വൈകാതെ ഇടാൻ കഴിയും. ഇപ്പോൾ രജിസ്ട്രേഷനും ഇതൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ ഓൾറെഡി കൈ പോലെ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് കാല്. എന്നാൽ ശാക്തേയ തലവും സുന്ദര തലവും ഉണ്ട്. ശാക്തേയത്തിൽ അടവൊക്കെ ഭയങ്കര എനർജി വരുന്ന തലമാണ് അല്ലേ. ചിലയിടത്ത് ഭരതനാട്യമായിട്ട് നല്ല സാമ്യത വരുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കാലിന് ബേസുള്ള കുറച്ച് കാര്യം പറയണം. നിങ്ങളത് എത്ര ട്രൈ ചെയ്താലും നിങ്ങൾക്കത് വരും. ആയിപ്പോയത് കൊണ്ടാണ്. അപ്പോൾ അതിനൊരിക്കൽ കൂടെ ഒന്ന് ജാമ്യം പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഭാരത നടനത്തിൻ്റെ ശാക്തേയവും സുന്ദരവും മിക്സ് ചെയ്ത് പഠിച്ച തലത്തിലെ കൊറിയോഗ്രാഫി. അനാമിക മോള് പ്രതിമ നിൽക്കുന്ന പോലെ. സത്യത്തിൽ ഇത് ജനയില്ല, ജനയ്ക്ക് വയ്യാണ്ടായി, ജന പഠിച്ചതിൽ നിന്ന് മാറി. ഇപ്പൊ സ്പോട്ടില് രണ്ടുപേരത് മിക്സ് ചെയ്ത് പഠിച്ചല്ലേ, അതുകൊണ്ട് ജന സങ്കടത്തിലാണ്. അതിന്റെ പാവപ്പെട്ട രണ്ടുപേരിൽ പെട്ടുപോയി. ഷോ എന്തായാലും നമുക്ക് ഡാൻസ് കഴിഞ്ഞിട്ട് സംസാരിച്ചോളൂ. അതുവരെ ശ്വാസം പിടിച്ച് നിൽക്കും. റെഡി? നിന്നോ മക്കളെ, ആരാ ആദ്യം? ഓക്കെ, റെഡി, സ്റ്റാർട്ട്. 1. ടെൻഷൻ ഒന്നും വേണ്ട. 45 മിനിറ്റ് അത്ര നല്ല സിദ്ധി താണ്ട തിളയ്ക്കുന്നു. കുഴപ്പമില്ല. റെഡി, ചെയ്യാം. മൈക്കിന്റെ ശബ്ദം പ്രശ്നമുണ്ടോ അവിടെ കേൾക്കുന്നേ? എന്തോ വിളിച്ചുകൊണ്ട് പോകുന്നേ ഇലക്ഷൻ്റെ. ഇത്രയേ ഉള്ളൂ മാക്സിമം ശബ്ദം. റെഡി, 1, 2, 1, 2, 3, സ്റ്റാർട്ട്. பழம் நீயப்பா, ஞான பழம் நீயப்பா, தமிழ் ஞான பழம் நீயப்பா. பழம் நீயப்பா, ஞான பழம் நீயப்பா, தமிழ் ஞான பழம் நீயப்பா. சபை தன்னில் திரு சபை தன்னில் உருவாகி உலகோடும் பொருள் கூறும் பழனியப்பா, ஞான பழம் நீயப்பா, தமிழ் ஞான பழம் நீயப்பா. பாலே திருமேனி உரு சேர்ந்த தமிழ் ஞான பழம் நீயப்பா. ஊருண்டு பேருண்டு உறவுண்டு சுகமுண்டு உற்றா பெற்றாரும் உண்டு. ஊருண்டு பேருண்டு உறவுண்டு சுகமுண்டு உற்றார் பெற்றாரும் உண்டு. நீருண்ட மேகங்கள் நின்றாடும் கைலையில் நீ வாழ இடமும் உண்டு. நீருண்ட மேகங்கள் நின்றாடும் கைலையில் நீ வாழ இடமும் உண்டு. தாயுண்டு மனமுண்டு, தாயுண்டு மனமுண்டு, அன்புள்ள தந்தைக்கு தாளாத வாசம் உண்டு. தத்துவம் தவறென்று சொல்லவும்
അറിയാத சிறுவனானி ஆறுவது சினம் கூறுவது தமிழ் அறியாத சிறுவனானி மாறுவது மனம் சேருவது இனம் தெரியாத முருகனானி மாறுவது மனம் சேருவது இனம் தெரியாத முருகனானி ஏறுமையிலேறு ஈசனிடம் நாடு ஏறுமையிலேறு ஈசனிடம் நாடு இன்முகம் காட்டவானி ஏற்றுக்கொள்வான் கூட்டிச் செல்வேன் என்னுடன் ஓடிவானி என்னுடன் ஓடிவானி ഓക്കെ മക്കളെ, ഈ ഒരു 45 മിനിറ്റ് ടൈമിംഗ് ബേസ് ചെയ്ത് സത്യം നന്നായിട്ട് ചെയ്തായിരുന്നു. ഇച്ചിരി ഇതായിട്ട് സംസാരിച്ചില്ലേ, അപ്പൊ അതൊരു ചെറിയ ഇറിറ്റേഷൻ വിഷമം ഉണ്ടാക്കി. അതുകൊണ്ടാ, ഒന്നുമില്ല, നല്ലതായിട്ടാ ചെയ്തു. പിന്നെ ഈ ഒരു ടൈമിങ് ഇത്രയും കൊറിയോഗ്രാഫി ചെയ്തപ്പോ മീൻസ് പറയുന്നവർക്ക് അവിടെ കാല് പൊക്കി കാല് ഗ്യാപ്പ് അതൊക്കെ പറയാം. എനിക്കറിയാം എത്ര കഷ്ടപ്പെട്ടാണ് അത്രയും ഒരു കാര്യം ഈ ഒരു ടൈമിങ് കൊറിയോഗ്രാഫി ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകമായിട്ട് മക്കൾക്ക് ഒരു പ്രത്യേക ക്ലാപ്പ്. അപ്പോൾ നമ്മുടെ കൂട്ടുകാര് പറഞ്ഞ് അവർക്ക് എല്ലാവർക്കും ആയിട്ട് നിങ്ങൾ ഇത് ഡെഡിക്കേറ്റ് ചെയ്തു. സന്തോഷമായിട്ട് തന്നെ, ഹാപ്പി ആയിട്ട് ജന ഇച്ചിരി സങ്കടത്തിലാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ നിത്യതയുടെ ക്ലാസിക്കൽ, സെമി ക്ലാസിക്കൽ ഓൺലൈൻ ക്ലാസ്സുകൾക്കും നൃത്തം, നിങ്ങളുടെ നൃത്തം സ്പോൺസർ ചെയ്യാനായിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. എപ്പോഴും നമ്മുടെ അനാമിക മോളേ ഉള്ളൂ. പറഞ്ഞു, എങ്ങനെ ഉണ്ടായിരുന്നു മീനാക്ഷി മോളെ അനുഭവം? നല്ലതായിട്ടുണ്ടായിരുന്നു ചേച്ചി. ഞാൻ ഒരുപാട് നാൾക്ക് ശേഷം തെറ്റിക്കാതെ ചെയ്ത്. നോർമലി അങ്ങനെയല്ല, ഞാൻ ഇത്തിരി തെറ്റിച്ചാലും കയ്യിൽ നിന്നിടും, പെട്ടെന്ന് മനസ്സിലാവാത്ത രീതിയിൽ ചെയ്യും. പക്ഷെ ഇന്ന് ഞാൻ അധികം തെറ്റിച്ചിട്ടില്ല. പിന്നെ ഒരു സ്റ്റെപ്പ് ഞാൻ ഇതും ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു, ഇതും വെച്ച് അപ്പൊ ചെയ്യാന്നുള്ള രീതിക്ക് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാം നന്നായിട്ട് ആസ്വദിച്ച് കളിച്ചു. പിന്നെ അത്യാവശ്യം നല്ല രീതിക്ക് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ ഒരാഴ്ച കുറച്ച് സമയം കൂടുതൽ കിട്ടിയുണ്ട്, അതിൻ്റെ ഒരു ഇത് അത്രയേ ഉള്ളൂ. പിന്നെ ഈ ഡാൻസ് ചേച്ചി മുന്നേ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാണ്ട് ആ ഒരു വേറെ ദുർഗ പാടിയ ഒരു വേർഷൻ നമ്മൾ കളിച്ചിട്ടുണ്ട് പണ്ട്. അതും ഇതുമായിട്ട് നല്ല വ്യത്യാസമുണ്ട്. അതിന് കുറച്ചുകൂടെ ബാസ് കൂടുതലാണ്. ഇത് നല്ല അടവ് വരുന്ന ഇത് വരും, അതിൻ്റെ ഒരു ഇത്. ശരി, എങ്ങനെയുണ്ടായിരുന്നു അനാമിക മോളെ? നന്നായിട്ട് കളിച്ചു. പക്ഷേ ഇത്രയും ടെൻഷൻ അടിച്ച് എനിക്ക് തോന്നുന്നില്ല. ഈ ഇടയ്ക്കൊന്ന് ഞാൻ ഒരു ഡാൻസ് കളിച്ചെന്ന് അത്ര ടെൻഷനായിപ്പോയി. വെറുതെ പറയുന്നില്ല, ഞാൻ കളിച്ചിറങ്ങിയത് എനിക്ക് ഓർമ്മയില്ല. എൻ്റെ തലത ഇങ്ങനെ ആടുന്നു. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അത്ര അങ്ങ് ടെൻഷനായിപ്പോയി. എന്ത് പറ്റി എന്ത് പറ്റിയാ എന്തോ എനിക്കറിയാൻ വയ്യ, അത്ര ടെൻഷനായിപ്പോയി ഒരുപാട്. ജനമോളെ എങ്ങനെയുണ്ടായിരുന്നു? സങ്കടമാണോ? അല്ല, ഓക്കെ. ഇത് കഴിഞ്ഞതിന് ശേഷം ജനമോളം കരയുമ്പോ നമുക്ക് ആശ്വസിപ്പിക്കാം. അല്ലല്ല, ഞാൻ കണ്ടില്ല, ഞാൻ നോക്കി ഇവർക്ക് തെറ്റും. ഞാൻ ഇങ്ങനെയാണ് നിന്നത്. ഞാൻ ഇങ്ങനെ നോക്കോ അവിടെ പ്രശ്നമാണ്. ഞാൻ ആകെ ഒരു തവണ ഒരാളെ നോക്കണം, അപ്പൊ ഒരു അറപ്പ് വന്നു. പിന്നെ ഞാൻ നോക്കിയില്ല. അഭിരാമി മോക്ക് എങ്ങനെയുണ്ടായിരുന്നു? സോറി, ശ്രീലക്ഷ്മിയെ സത്യത്തിൽ എനിക്ക് എന്തോ പറയണ ഒരു പിടിയുമില്ല. കാരണം ഞാൻ ഇത് നന്നായിട്ടാ പ്രാക്ടീസ് ചെയ്ത്. എനിക്ക് നല്ല ഉറപ്പാ. സത്യം സങ്കടം വരുന്നുണ്ട്. ഞാൻ ആദ്യത്തെ പോർഷൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അയ്യോ, എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല, നല്ലതായിട്ട് ചെയ്തു. സങ്കടം ഒന്നും വേണ്ട, കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. പറഞ്ഞോ, കരയുവാണ് അവിടെ ഒന്ന്. കരയണ്ട മക്കളെ, കരയണ്ട. ഇല്ല, പോട്ടെ പോട്ടെ. ശ്രീലക്ഷ്മി മോള് പറഞ്ഞതാ, കണ്ട ശ്രീലക്ഷ്മി മോള് ബോധം കെട്ടാണ് അവിടെ നിക്കുന്നത്. എന്നിട്ട് ചെയ്തില്ലേ? പറഞ്ഞോ മക്കളെ. ചേച്ചി നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്ന്, അല്ല കൊറിയോഗ്രാഫി ചെയ്യാൻ പറ്റിയെന്ന് തോന്നി. പക്ഷേ അറച്ചുപോയി. ജനയുടെ നോട്ടത്തിൽ ഞാൻ അറച്ചു. ആ എനർജിയാണ്, അല്ലാതെ എന്റെ കുഴപ്പമില്ല. എന്റെ കുഴപ്പമില്ല, ജനയുടെ നോട്ടം കൊണ്ടാ. അത് മാത്രമേ ഉള്ളൂ, ബാക്കി ചെയ്തെന്ന് വിശ്വസിക്കുന്നു. സിദ്ധിമോക്ക് എങ്ങനെ ഉണ്ടായിരുന്ന? അഭിരാമിയെ കരയാതെ. ഒരു കുഴപ്പമില്ല, നല്ലായിരുന്നു മക്കളെ, ഒരു കുഴപ്പമില്ല. മക്കള് ധൈര്യമായിട്ടിരിക്കുക, ഒന്നുമില്ല. അതൊക്കെ ഇതിലുള്ളതല്ലേ. എന്തിനാണ് നമ്മുടെ ആ ഒരു, അത് ജസ്റ്റ് ഒരു, ഞാൻ ഇച്ചിരി ചെറുതായിട്ടൊന്ന് ദേഷ്യപ്പെട്ടതിന്റെ വന്ന ഒരു ആഫ്റ്റർ എഫക്റ്റാ, അത്രേ ഉള്ളൂ. അയ്യേ, ഈ കുട്ടികൾ ഇത്ര ലോല ഹൃദയരോ?
പറ. ഈ നിങ്ങൾ ടീച്ചേഴ്സ് ആണ്. ഞാൻ മൊത്തം ഇങ്ങനെയാണ് ചെയ്യുന്നത്. വലിയ പ്രശ്നങ്ങൾ വന്നാലേ നമുക്ക് അതെ ആകാശം ഇടിഞ്ഞു വീണാലും ഇങ്ങനെ നിൽക്കും, പക്ഷെ ഡാൻസ് കളിക്കാൻ പറഞ്ഞാൽ വിറയ്ക്കും. അതാണ് ആ ഒരു തൻ്റെ ഇടയുള്ളൂ. അപ്പൊ നല്ല പേടിയായിരുന്നു, പക്ഷെ ചെയ്തത് പ്രാക്ടീസ് ചെയ്തത് ചെയ്യാൻ പറ്റും. ലാസ്റ്റത്തത് വന്നപ്പോഴത്തേക്ക് എനിക്ക് എന്തോ പേടി വന്ന്, വീണ്ടും പേടി വന്ന് ലാസ്റ്റത്തത് പക്ഷെ ചെയ്തു, തെറ്റിച്ചില്ല, ചെയ്തു. ആദ്യത്തെ പോർഷനൊക്കെ വിചാരിച്ച കണക്ക് തന്നെ, പക്ഷെ എൻ്റെ മുഖത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പോഴും മാറിയിട്ടില്ല. കൈയൊക്കെ ചൂടായി. എല്ലാരും ടെൻഷൻ വരുമ്പോ തണുക്കും, ഞാൻ ചൂടാവുക ചെയ്യുന്നത്, ഇങ്ങനെ തിളച്ചും പറയും. അപ്പോൾ അങ്ങനെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷെ നന്നായിട്ട് ചെയ്തു എന്ന് വിശ്വസിക്കും. നിങ്ങൾ എല്ലാവരും കൂടെ നമ്മുടെ അഭിരാമി മോളെ ഒന്ന് കെട്ടിപ്പിടിച്ചേ. ഹൈറ്റ് കണ്ട, അയ്യോ 6 അടി പൊക്കിക്കാരിയെ 4 അടിക്കാരൊക്കെ 4 5 വരും. എന്തിനാ കരയുന്നേ? ഒന്നും കരയേണ്ട ആവശ്യമില്ല, അതൊക്കെ ഇതിലുള്ളതാ. പിന്നെ ചേച്ചി ജനയുടെ പോർഷൻ വേറൊരു ഡാൻസ് നമുക്കുണ്ട്, അപ്പം വേറൊരു ഡാൻസ് ഉണ്ട്, അത് 2 പോർഷൻ ഉണ്ട്, ഇതിലും 2 പോർഷൻ. അപ്പൊ ഞങ്ങൾ 4 പേരും കൂടെയാണ് പഠിച്ചത്. അപ്പൊ എനിക്കൊന്ന് ശ്രീലക്ഷ്മിക്ക് ആ ഒരു പോർഷന്റെ ടെൻഷൻ ഉണ്ടായിരുന്നു, ജനയുടെ അതുണ്ടായിരുന്നു. പിന്നെ ഈ അഭിരാമി ഇവിടെ വന്നിട്ടാണ് ജനയുടെ പോർഷൻ ചെയ്തത്, അപ്പൊ ഞാൻ കണ്ടായിരുന്നു, അതും പ്രാക്ടീസ് ചെയ്ത് എല്ലാം കൂടെ ആയപ്പോ ഉള്ളത് അത്രേ ഉള്ളൂ മോളെ. ഒരു കുഴപ്പമില്ല, മിടുക്കി കുട്ടിയായിട്ട്. ഇവിടെ നന്നായിട്ടാ എനിക്ക് നല്ല ഉറപ്പായി. 2-3 ഡാൻസ് നന്നായിട്ടാ പ്രാക്ടീസ് ചെയ്തേ. പിന്നെ ഞാൻ ആദ്യം കളിച്ചപ്പോ പോലും അത് തെറ്റിച്ചിട്ടില്ല, പക്ഷെ കറക്റ്റ് ഷോട്ടിന്റെ സമയത്ത് ആ സ്റ്റെപ്പ് ഞാൻ അങ്ങ് അറച്ച് എനിക്കങ്ങ് സഹിക്കാൻ വയ്യ. കാരണം ഞാൻ അത്രയും കിടന്ന് ചെയ്തിട്ട് നമ്മള് ചില കാര്യങ്ങൾ ചെയ്യുമ്പോ ചേച്ചി എപ്പോഴും പറയില്ലേ, റിസൾട്ട് എന്നതല്ല, നമ്മുടെ പരമാവധി ചെയ്യുക. അതിന്റെ റിസൾട്ട് വേറെ എവിടെയെങ്കിലും ആയിരിക്കും വരുന്നത്. നമ്മുടെ മനസ്സാക്ഷിയിൽ എനിക്ക് കിട്ടിയ സമയം ഞാൻ പരമാവധി ശ്രമിച്ചു എന്നതുണ്ടെങ്കിൽ അതിനപ്പുറത്തോട്ട് ബലമുള്ള ഒന്നും വേണ്ട. ഫുൾ ചിലപ്പോൾ തെറ്റിപ്പോകും, നോ പ്രോബ്ലം. പക്ഷേ നമ്മുടെ മനസ്സാക്ഷിയിൽ തോന്നരുത് എനിക്ക് കിട്ടിയ കുറേ സമയം ഞാൻ കളഞ്ഞു, അങ്ങനെ തോന്നി ഈ പറയുന്നതിൽ കാര്യമുണ്ട്. അത്രമാത്രം ചിന്തിച്ചാൽ മതി. മിടുക്കി കുട്ടികളായിട്ട് മുന്നോട്ട് പോവുക, ഒരിതും ഇല്ല. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ശൈലി, നിങ്ങളുടെ രീതി, നിങ്ങളുടെ വിശ്വാസം അതിൽ മുറുകെ പിടിച്ച് സത്യത്തെ മുൻനിർത്തി മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് വരും എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൂട്ടത്തോടിരുന്ന് കരയാം. ഓക്കെ, ടാറ്റ പറഞ്ഞോ. നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. ടാറ്റ.